ക്രിക്ടോക്സ് വിത്തുനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇന്ന് ഡൽഹി ക്യാപിറ്റൽസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലാണ് മത്സരം. ഡൽഹി ആവട്ടെ കളിച്ച 2 മത്സരം ജയിച്ചിട്ടുണ്ട്. അവരിപ്പോ ഡൽഹി സ്വന്തം ഹോം ഗ്രൗണ്ടിലും ഇറങ്ങുന്നത്. മറുഭാഗത്ത് GTയുടെ കാര്യത്തിലേക്ക് വന്നാൽ കളിച്ച 2 മത്സരങ്ങൾ പരാജയപ്പെട്ടു. കഴിഞ്ഞ കളി രാജസ്ഥാൻ റോയൽസിനോട് പരാജയപ്പെട്ടു. അതിന് മുന്നത്തെ കളി PBKസിനോടും പരാജയപ്പെട്ടു. ഇപ്പൊ കഴിഞ്ഞ കളി ശുഭ്മൻ ഗിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഇക്കളി തിരിച്ചെത്തുമെന്നാണ് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ ഡൽഹിയുടെ കാര്യത്തിലേക്ക് വന്നു. ഡൽഹിക്ക് ഇപ്പോൾ ബാറ്റിംഗിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ KL രാഹുൽ ഫോമിലല്ല. പത്തും നിസാങ്ക് ഒരു ചെറിയ ടച്ചിലൊക്കെ വന്നിട്ടുണ്ട്. നിതീഷ് റാണ ഇപ്പോ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലൊക്കെ മികച്ച ഫോമിലായിരുന്നു. പക്ഷെ IPL തുടക്കത്തിൽ 2 മത്സരങ്ങൾ പരാജയപ്പെട്ടു. കഴിഞ്ഞ കളി റൺഔട്ടായി പോയി. അതെ, പിന്നെ സമീർ റിസിയുടെ കാര്യം എടുത്തു പറയണം. അദ്ദേഹം ഇപ്പൊ മികച്ച ഫോമിലാണ് കളിക്കുന്നത്. 2 കളിയും മാൻ ഓഫ് ദ മാച്ചും 50+ സ്കോറും ഒക്കെ നേടിയിട്ട് അദ്ദേഹം ഫോം ഓഫ് ഹിസ് ലൈഫിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡേവിഡ് മില്ലറും ട്രിസ്റ്റൻ സ്റ്റബ്സും ഒക്കെ മികച്ച രീതിയിൽ തന്നെ കളിക്കുമ്പോൾ ഡൽഹി അല്പം ശക്തമുള്ള സ്ക്വാഡ് തന്നെയാണ്. GTയുടെ കാര്യത്തിലേക്ക് വന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ കളി അവർ നോക്കണം. സായി സുദർശൻ കളിച്ചു. ജോസ് ബട്ട്ലർ എന്ന ഫോമിലേക്ക് അദ്ദേഹം ചെറിയ ടച്ചിലേക്ക് വന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ കളി അദ്ദേഹം 16 പന്തിൽ നിന്ന് 25 റൺസ് എടുത്തതിന്റെ ഓർമ്മ. പിന്നെ ഇപ്പൊ കുമാർ കുശാഗ്രയാണ്. അദ്ദേഹം നിന്ന് പുറത്തിരിക്കാനുള്ള സാധ്യതയാണ്. ഗില്ല് വരെങ്കിൽ പിന്നെ കുശാഗ്ര പുറത്തിരിക്കും. പിന്നെ ഗ്ലെൻ ഫിലിപ്സും വാഷിംഗ്ടൺ സുന്ദറും എന്ന ഫോമിലല്ല. അവരൊക്കെ മികച്ച ഫോമിലേക്ക് വരേണ്ടതുണ്ട്. ബൗളിംഗിന്റെ കാര്യത്തിൽ കാഗിസോ റബാഡ പൂർണ്ണ ഫോമിലേക്ക് വന്നിട്ടില്ല. റാഷിദ് ഖാൻ പഴയ മികവില്ല. സിറാജും നമ്മുടെ പ്രസിദ്ധ് കൃഷ്ണനെല്ലാം നല്ലോണം റൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കളി ഒന്ന് നോക്കുക നിങ്ങൾ. കഴിഞ്ഞ കളി രാജസ്ഥാനോട് ഗുജറാത്ത് നല്ല രീതിയിൽ കളിച്ചു പോകുകയായിരുന്നു. രവി ബിഷ്ണോയ് വന്നിട്ട് ആ മിഡിൽ ഓവർ ഫേസിൽ 5 വിക്കറ്റ് വാങ്ങിയിട്ട്, അതായത് ബിഷ്ണോയ് 4 എക്സ്ട്രാ വിക്കറ്റ്, 5 വിക്കറ്റ്. അവരുടെ പേരുകേട്ട ഗ്ലെൻ ഫിലിപ്സ്, വാഷിംഗ്ടൺ സുന്ദർ, ഷാറൂഖ് ഖാൻ, രാഹുൽ തെവാട്ടി എല്ലാവരും ഫെയിൽ ചെയ്ത് പോയില്ലേ. മികച്ച രീതിയിൽ കളിക്കാൻ പറ്റിയിട്ടില്ലേ. 83 എന്ന ടീമാണ് 140 6 വിക്കറ്റിലേക്ക് പോയത്. അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് മിഡിൽ ഓർഡറിൽ പ്രശ്നങ്ങളുണ്ട്. പിന്നെ IPL 2025 ഇങ്ങോട്ട് നോക്കിയാൽ GTയുടെ മിഡിൽ ഓർഡർ ബാറ്റേഴ്സ്, അതായത് നമ്പർ 4 തൊട്ട് 7 വരെ ഏവറേജ് എന്ന് പറഞ്ഞാൽ 20.1. ഇത് ലോവസ്റ്റ് ബൈ എനി ടീമാണ് IPL ടൂർണമെന്റിൽ തന്നെ. ടോപ്പ് ഓർഡർ ശരിയാണ്. സായി സുദർശനും ബട്ട്ലറൊക്കെ ഫോമിലാണ്. പക്ഷേ കഴിഞ്ഞ സീസണായിട്ട് ഈ സീസണിലെ കാര്യമില്ല പറയുന്നത്. ബട്ട്ലർ ഇപ്പോ അദ്ദേഹം ചെറിയ ഫോമിലേക്ക് വന്നിട്ടുണ്ട് എന്ന കാര്യം മറക്കുന്നില്ല. DC ആവട്ടെ, DC കഴിഞ്ഞ സീസണിലും മികച്ച പ്രകടനം, ഈ സീസണിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ടീം കുൽദീപ് യാദവ് മികച്ച ഫോമിലാണ്. അക്ഷർ പട്ടേല് ബോൾ കൊണ്ട് മികച്ച രീതിയിൽ ചെയ്യുന്നുണ്ട്. ബാറ്റിംഗ് കുറച്ച് ഫോം ഔട്ടാണ്. വിപ്രാജ് നിഗം, ടി നട്രാജ ഫോമിലുണ്ട്. പിന്നെ മുകേഷ് കുമാറൊക്കെ മികച്ച ഫോമിലുണ്ട്. അതുപോലെ പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പിച്ച് റിപ്പോർട്ട് ആയിരുന്നെങ്കിൽ ഡൽഹിയിലാണ് കളി നടക്കുക. ഡൽഹിയിൽ ഒരു വലിയ സ്കോർ പ്രതീക്ഷിക്കുന്നുണ്ട് വെച്ചാൽ ഒരു 200% പ്രതീക്ഷിക്കാം. പക്ഷെ പ്രശ്നം കാരണം മഴ ഭീഷണിയാണ്. 70% റെയിൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ഇതിപ്പോ നൈറ്റ് ഗെയിം ആയതുകൊണ്ട് തന്നെ ചേസിംഗ് ഗെയിമിൽ കുറച്ചും കൂടെ എളുപ്പമാവും ഡ്യൂ വന്നിനെങ്കിൽ. അതുകൂടി പറഞ്ഞിട്ട് രാഹുലിന്റെ കാര്യം, രാഹുൽ ഒറ്റ റണ്ണ് മാത്രമേ ടൂർണമെന്റ് എടുത്തിട്ടുള്ളൂ. അദ്ദേഹം ഫോമിലേക്ക് വരേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ ഫോമിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്താണെന്നോ, മുഹമ്മദ് സിറാജ് GTയിലാണ്. സിറാജിനെ കണ്ടാൽ പ്രാന്താണ് രാഹുലിന്. 79 ബോളിൽ 135 റൺസാണ് രാഹുൽ അടിച്ചത്. 9 ഇന്നിംഗ്സിലാണ് നേട്ടം. 170 സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത്. ഒറ്റത്തവണ മാത്രമേ സിറാജിന് രാഹുലിന് വിക്കറ്റ് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ പ്രശ്നം റബാഡയും റബാഡയുടെ കാര്യം പറഞ്ഞാൽ റബാഡക്ക് രാഹുലിനെ കണ്ട പ്രാന്താണ്. കാരണം 12 ഇന്നിംഗ്സിൽ നിന്ന് 3 തവണയാണ് രാഹുലിന്റെ വിക്കറ്റുകൾ റബാഡ എടുത്തത്. അപ്പോ അത് നല്ല ബാറ്റിലായിരിക്കും. സിറാജ് ആൻഡ് രാഹുൽ വെസ് റബാഡ ആ ഒരു ബാറ്റിന് നല്ലൊരു ബാറ്റിലായിരിക്കും. പിന്നെ സമീർ റസിയുടെ കാര്യം ഓൾറെഡി പറഞ്ഞു. റസി മികച്ച ഫോമിൽ കളിക്കുന്നതിന് അത് ഡൽഹിക്ക് കൂടുതൽ ഗുണകരമാകും. പിച്ച് കണ്ടീഷൻ നമ്മൾ പറഞ്ഞാൽ മഴക്ക് സാധ്യതയുണ്ട്. മഴക്ക് ഒരു 70% മഴക്ക് സാധ്യത. അങ്ങനെയാണെങ്കിൽ പക്ഷെ എന്നാലും കളി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ പോലെ കട്ട് ഓഫ് ഒക്കെ ആക്കിയിട്ട് നടത്താൻ ചാൻസ് ഉണ്ട്. 70% റെയിൻ കാണുന്നുണ്ട്. പിന്നെ മിച്ചിൽ സ്റ്റാർക്കിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പൊ മിച്ചിൽ സ്റ്റാർക്ക് ഇപ്പോ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ഇപ്പൊ ഇതാണ് മുനാഫ് പട്ടേൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം പക്ഷെ ടീം ജയിച്ചു പോകുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോ അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ 2 കളി കഴിഞ്ഞിട്ടുള്ളൂ, ഇനി കുറെ കളികൾ ബാക്കിയുണ്ട്. അപ്പൊ സ്റ്റാർക്ക് നമുക്ക് എന്തായാലും ആവശ്യമാണ്. അദ്ദേഹം എന്തായാലും പൂർണ്ണ ഫിറ്റ്നസിൽ തിരിച്ചെത്തണമെന്നാണ് മുനാഫ് പട്ടേൽ പറയുന്നത്, ബോളിംഗ് കോച്ചായിട്ട് മുനാഫ് പട്ടേൽ. അപ്പൊ സ്റ്റാർക്ക് ഇപ്പൊ ഇന്നും കളിക്കില്ല. അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ടീമിന്റെയും ഒരു പ്രോബബിൾ ലൈനപ്പും കാര്യങ്ങളിലേക്ക് ഒന്ന് പോകാം.
GTയുടെ കാര്യത്തിലൊക്കെ ശുഭ്മൻ ഗില്ലും സായി സുദർശനും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്യും. ജോസ് ബട്ട്ലർ നമ്പർ 3 വാഷിംഗ്ടൺ സുന്ദർ നമ്പർ 4 ഗ്ലെൻ ഫിലിപ്സ് നമ്പർ 5 രാഹുൽ തെവാട്ടെ നമ്പർ 6 റാഷിദ് ഖാൻ നമ്പർ 7 ഷാറൂഖ് ഖാൻ നമ്പർ 8 കഗീസോ റബാഡെ എന്നെ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് റബാഡ് നമ്പർ 9, പ്രസിദ്ധ് കൃഷ്ണ നമ്പർ 10 വരും. മുഹമ്മദ് സിറാജ് നമ്പർ 11. അശോക് ശർമ്മ ഇമ്പാക്ട് ആയിട്ടുണ്ടാവും. ഡൽഹിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഹുലും നിസാഖും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്യും. നിതീഷ് റാണ നമ്പർ 3 സമീർ റിസ്വി നമ്പർ 4 ഡേവിഡ് മില്ലർ നമ്പർ 5 ക്രിസ്റ്റ്യൻ സ്റ്റിപ്സ് നമ്പർ 6 അക്ഷർ പട്ടേൽ നമ്പർ 7 വിപ്രാജിനിക നമ്പർ 8 കുൽദീപ് യാദവ് നമ്പർ 9 ലുങ്കി NGD നമ്പർ 10 ടി നടരാജൻ നമ്പർ 11. ഇമ്പാക്ട് ആയിട്ട് മുകേഷ് കുമാർ ഉണ്ടാവും. ഒരു കടുത്ത പോരാട്ടമായിരിക്കും. പക്ഷേ GTക്ക് ജയിച്ചേ പറ്റൂ. മറുഭാഗത്ത് ഡൽഹി ആവട്ടെ 2 കളി ജയിച്ച ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. ഏതായാലും ഈ മത്സരത്തിൽ ഡൽഹി ജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. കൂടുതൽ വീഡിയോസിനെ നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും.